പ്രിയമുള്ളവരെ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഭാഗ്യത്തിന്റെ കൂടി കാലഘട്ടമാണ് എന്ന് പറയാം. കാരണം സംഘടനാ സംവിധാനങ്ങളൊക്കെ തുലവും ദുർബലവുമായിരുന്ന ഒരു സമയത്താണ് കോൺഗ്രസിന് പോറ്റിയെ കയറ്റി എന്ന പാട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്, UDFന്റെ പ്രവർത്തകർക്ക് വീടുകളിൽ കയറി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന കൊടുക്കേണ്ട ഒരു ഗതികേട് പോലും ഉണ്ടായില്ല. ആ ദൗത്യം കൂടി ഈ പാട്ട് ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം. ഇതുപോലെ തിരുവനന്തപുരത്തും ഒരു സംഭവഗതി സംഭവിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, തിരുവനന്തപുരം മണ്ഡലത്തിൽ സജീവമായിരുന്ന ആന്റണി രാജു എന്ന തിരുവനന്തപുരത്തെ MLA-ക്ക്, LDF MLA-ക്ക് ജെട്ടിക്കേസിൽ കുടുങ്ങി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് CPM-നെ സംബന്ധിച്ച് അത് വലിയ അടിയാണ്. കാരണം അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു. അടുത്ത ഇലക്ഷനിലും പിണറായിയുടെ ഏറ്റവും അടുത്ത ആളായ ആന്റണി രാജു സീറ്റ് ഉറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് ചില സാമുദായിക ഘടകങ്ങൾ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമുദായ അംഗമായ അദ്ദേഹത്തിന് ആ വോട്ടുകളൊക്കെ ക്രോഡീകരിക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു പക്ഷേ LDFന് വിജയിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ജെട്ടി കേസിൽ കുടുങ്ങി സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നത്. 2006-ലും സമാനമായ ഒരു സംഭവ വികാസം ആന്റണി രാജുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇലക്ഷൻ അടുത്ത് സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടക്കുന്ന സമയത്താണ് ഈ കേസിലെ പ്രതി, അതായത് ആന്റണി രാജു തൊണ്ടിയായി കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ജെട്ടി മാറ്റി രക്ഷിച്ചു എന്ന് പറയുന്ന പ്രതി വിദേശത്ത് പിടിയിലാകുകയും താൻ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ജെട്ടി മാറ്റി ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആന്റണി രാജു ആണ് എന്ന് വിദേശത്തെ പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തത്. അതിൻ്റെ വിവാദത്തെ തുടർന്ന്, വലിയ വിവാദത്തെ തുടർന്ന് അന്ന് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന ആന്റണി രാജുവിനെ മത്സരിക്കുവാൻ VS അച്യുതാനന്ദൻ സമ്മതിച്ചില്ല. അങ്ങനെ അന്നും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു. പകരം സുരേന്ദ്രൻ പിള്ള, രാഷ്ട്രീയ ചിത്രത്തിലില്ലാതിരുന്ന, രാഷ്ട്രീയം എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന സുരേന്ദ്രൻ പിള്ളയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും അദ്ദേഹത്തിനും ഇതുപോലെ ഭാഗ്യമുണ്ട്. കാരണം അദ്ദേഹം അന്ന് മത്സരിക്കുന്ന സമയത്ത് ശോഭന ജോർജിനെയാണ് അദ്ദേഹം 13,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നത്. അന്ന് അവിടെ ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസിന്റെ ശരത്ചന്ദ്ര പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ശരത്ചന്ദ്ര പ്രസാദ് റിബലായിരുന്നു. അദ്ദേഹം 10,000 വോട്ട് പിടിച്ചു. അങ്ങനെ സുരേന്ദ്രൻ പിള്ള ആ വോട്ടിൻ്റെയൊക്കെ ബലത്തിൽ അവിടെ നിന്ന് വിജയിച്ചു കയറി. പിന്നെ അദ്ദേഹം VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയൊക്കെ ആകുന്നുണ്ട്. അതായത് രാഷ്ട്രീയത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ വിലയിരുത്താം. ചിത്രത്തിൽ പോലും ഇല്ലായിരുന്ന സുരേന്ദ്രൻ പിള്ളയ്ക്ക് സീറ്റ് കിട്ടുക, പിന്നെ അവിടെ നിന്ന് MLA ആകുക, റിബൽ ഉണ്ടാകുക കോൺഗ്രസിന്, പിന്നെ മന്ത്രിയാകുക എന്നൊക്കെ പറയുന്നത്. അന്ന് നമ്മുടെ PJ ജോസഫ് സാറ് വിവാദമൊക്കെ ഉണ്ടായി രാജിവെച്ചതിനെ തുടർന്ന് കേരള കോൺഗ്രസ് ജോസഫിലെ മിക്ക MLA-മാരും മന്ത്രിയായ ഒരു കാലഘട്ടമായിരുന്നു 2006-ലെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലഘട്ടം എന്നുകൂടി ഓർക്കണം. അതായത് അന്ന് എല്ലാ MLA-മാരും മന്ത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ നിയമസഭാ മണ്ഡലത്തിലേക്ക് CPM പരിഗണിക്കുന്ന പേര് ഏതെന്ന് ചോദിച്ചാൽ അത് AA റഷീദ്, അതായത് ആന്റണി രാജുവിന് മത്സരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ CPM ആ സീറ്റ് ഏറ്റെടുക്കുവാനും കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കുവാനും AA റഷീദ് എന്ന് പറയുന്ന ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള CPM നേതാവ് മത്സരിക്കുവാനുള്ള സാധ്യതയാണ് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പിണറായിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. നമ്മൾ അദ്ദേഹത്തും പിണറായിയുമായിട്ടുള്ള ബന്ധം ചർച്ച ചെയ്യുമ്പോൾ ഈ പിണറായി വിജയൻ്റെ മകൾ വീണയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹത്തിൽ CPM-ന്റെ പ്രമുഖരായ നേതാക്കന്മാർക്കൊന്നും ക്ഷണമുണ്ടായിരുന്നില്ല. അപ്പോഴും ആ ചടങ്ങിൽ സന്നിധനായിരുന്ന ആളാണ് ഈ AA റഷീദ് എന്ന് പറയുന്ന വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിണറായിയുമായിട്ടുള്ള വലിയൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അടുത്ത തവണ ഈ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മത്സരിക്കും എന്ന് തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം, ഒരു വിവരം. മറ്റൊന്ന്, ജില്ലയിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്ന പരിഗണനയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കും. കാരണം മറ്റൊരു സീറ്റിൽ ഈ അവസരത്തിൽ ഒരു മുസ്ലിം CPM സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുവാൻ സാധ്യതയില്ല. കാരണം പരീക്ഷിക്കുവാൻ പറ്റുന്ന വർക്കല, അരുവിക്കര മുതലായ മണ്ഡലങ്ങളിൽ അവിടുത്തെ MLA-മാർ മികച്ച പ്രകടനം, CPM-ന്റെ MLA-മാർ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്നത് കൊണ്ട് അവിടെയൊന്നും പരീക്ഷിക്കുവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുക തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ്. ഭീമാപ്പള്ളി മുതലായ മുസ്ലിം ബെൽറ്റുകളുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ AA റഷീദിൻ്റെ പരിഗണന അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അങ്ങനെയാണെങ്കിൽ അവിടെ വരിക ശബരിനാഥ് ആയിരിക്കും എന്ന ഒരു സംസാരവും മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ മത്സരം ഈ മണ്ഡലത്തിലുണ്ടാകുമ്പോൾ മറ്റൊരു മത്സരത്തിൻ്റെ തനിയാവർത്തനം ആണ് എന്ന് പറയാം. കാരണം 2016-ൽ ഈ AA റഷീദും CPM-ന്റെ സ്ഥാനാർത്ഥി അവിടെ പരിഗണിക്കുന്ന AA റഷീദും ശബരിനാഥും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അരുവിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അന്ന് 21,314 വോട്ടുകൾക്ക് AA റഷീദിനെ ശബരിനാഥ് പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്.
ആ മത്സരം ഒരിക്കൽ കൂടി തിരുവനന്തപുരം സെൻട്രലിൽ ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കിട്ടുന്ന വിവരം. പരമ്പരാഗതമായി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ അവസരത്തിൽ കേരള കോൺഗ്രസിന് ആന്റണി രാജു മത്സരിക്കാതിരുന്നാൽ അവിടെ മത്സരിപ്പിച്ച് വിജയിക്കുവാൻ പറ്റിയ സ്ഥാനാർത്ഥിത്വങ്ങൾ ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ജില്ലയ്ക്ക് പുറത്തു നിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടി വരും. അത് ഇപ്പോൾ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ CPM-ന്റെ സാധ്യതകൾ ഇല്ലാതാക്കും. കാരണം അവിടെ BJP-യുടെ G. കൃഷ്ണകുമാറും സിനിമാ നടൻ കൂടിയായ അദ്ദേഹം വളരെ സജീവമായി തന്നെ ആ മണ്ഡലത്തിലുണ്ട്. BJP-യും CPM-ഉം കോൺഗ്രസും വളരെ തുല്യശക്തികളായി നിൽക്കുന്ന ആ മണ്ഡലത്തിൽ ജില്ലയിൽ നിന്ന് പുറത്തു നിന്നൊരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാൽ അത് LDF-നെ സംബന്ധിച്ച് തിരിച്ചടിയാകും എന്ന ധാരണയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് തന്നെ താമസക്കാരനായ A. റഷീദിനെ പരീക്ഷിക്കുവാൻ ഒരുപക്ഷെ CPM-നെ നിർബന്ധിതമാക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് അവിടെ നേരത്തെ MLA ആയിരുന്ന VS ശിവകുമാറിനെ മത്സരിപ്പിക്കുവാൻ സാധ്യതയില്ല എന്ന ഒരു ചർച്ചയാണ് മണ്ഡലത്തിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു മണ്ഡലം പാറശാലയോ അല്ലെങ്കിൽ അരുവിക്കരയോ നൽകും എന്ന ഒരു വിശദീകരണം വരുന്നുണ്ട്. കാരണം മണ്ഡലത്തിന് അകത്ത് നിന്ന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അങ്ങനെയാണെങ്കിൽ VS ശിവകുമാർ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെയുള്ള മറ്റൊരു നിയമസഭാ മണ്ഡലത്തേക്ക് മാറുകയും ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ ശബരിനാഥ് മുൻ അരുവിക്കര MLA തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന്, അതായത് പഴയ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത്. അദ്ദേഹത്തെ നേരിടുക ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനും മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും ഒക്കെ ആയിരുന്ന A. റഷീദ് ആയിരിക്കും എന്ന ഒരു വലിയ ചർച്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉയരുന്നത്. BJP-യുടെ G. കൃഷ്ണകുമാർ ആയിരിക്കും. അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെ ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസിന് മികച്ച പ്രകടനം നടത്തുവാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് എന്ന ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുവാനുള്ള സാധ്യതയും കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇവിടെ കൂട്ടുന്നുണ്ടെന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ ശശി തരൂർ തൊട്ടടുത്ത BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വോട്ട് ലീഡ് ചെയ്ത ഒരു മണ്ഡലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊരു കാര്യം, ആന്റണി രാജു എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ നിറഞ്ഞിരുന്ന ജനകീയനായ ഒരു MLA-യുടെ അസാന്നിധ്യം, അദ്ദേഹം ഒരു ജട്ടിക്കേസിൽ കുടുങ്ങി സ്ഥാനാർത്ഥി നഷ്ടപ്പെടുന്നത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ കൂടുതൽ ശക്തമാക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ ശക്തമായ ത്രികോണ മത്സരമുണ്ട്. A. റഷീദിനും സാധ്യതകളുണ്ട്, BJP-ക്കും സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ആ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.